വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജെൽസ് വ്ലോഗ്സ് 9.2. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ടൈലിടുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും 2 പാർട്ടുകൾ വേറെ വരുന്നുണ്ടെന്ന്. അപ്പോൾ അതിലെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ വരുന്നത്. അപ്പോൾ നമുക്ക് ടൈലിടലിൻ്റെ വീഡിയോ തന്നെയാണ് ഇതും. അപ്പോൾ വീട് റിനോവേഷൻ്റെ വേറൊരു പാർട്ടാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. നമ്മുടെ വർക്കിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്താ കൂടുതൽ അപ്പർ സൈഡിൽ, അതായത് വടക്കേ സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതെ ചേട്ടൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ലൈനുകൾ. ഇത് ഫുള്ളായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. നനയ്ക്കൽ പിന്നെ അധികം വേണ്ട. രാത്രി കംപ്ലീറ്റ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മഴയാണ്. അതുകൊണ്ട് നനയിൽ മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ലുക്ക്. അങ്ങനെ നമ്മൾ ഈ വാർക്കണയിൽ നമ്മൾ ഇത്തരത്തിലുള്ള നെറ്റുകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഈ ഫൈബർ കമ്പിയും യൂസ് ചെയ്തിട്ടുണ്ട്. ഫൈബർ കമ്പിയാണ് കാണുന്നത്. ഇത് ഫൈബർ കമ്പികളാണ്. 4.5 mm ഫൈബർ കമ്പി. പിന്നെ ഇത് നെറ്റുകൾ. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ നെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെറ്റ് ഒരു സ്ട്രെങ്തിന് വേണ്ടി ഇതിപ്പോൾ നമ്മൾ പൊട്ടിച്ച് ഒരെണ്ണം വാർത്തിട്ട് നമ്മൾ ഊരിയെടുത്താണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കണ്ടില്ല, ഇതിൻ്റെ സെൻറ്റർ സോൺ കാണാൻ പറ്റും. സെൻറ്റർ സോൺ ഇത്രയും കുഴിഞ്ഞിട്ട് നോക്കി കല്ലിറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് എത്ര വെയിറ്റ് കയറിയാലും ഇത് പൊട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ അത് നമ്മുടെ 9 ദിവസം വർക്കാണ് ഈ കാണുന്നത്. ഇത്ര ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലോർ നന്നായിട്ട് മെറ്റലും എംസാൻഡും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇടിച്ച് ഫ്ലോറിൽ നന്നായി ഉറപ്പിച്ച കാരണം പിന്നെ കമ്പി വെച്ചില്ലെങ്കിൽ വിഷയങ്ങളൊന്നുമില്ല. എന്നാലും നമ്മൾ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് വലിയ വാഹനങ്ങളൊന്നും കയറിച്ചാൽ തന്നെ ഇനി പൊട്ടാൻ സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ രീതിയിൽ കമ്പി വെച്ചിട്ടുള്ള വീട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ പോർച്ച് ഭാഗം ഉണ്ടല്ലോ, പോർച്ച് ഭാഗത്ത് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഉയർന്നു നിൽക്കണം. ഇവിടുന്ന് വെള്ളം അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടേക്ക് കിടക്കരുത്. അതായത് നമ്മുടെ ഈ കാണുന്ന പോർഷൻ ഉണ്ടല്ലോ, ഈ കാണുന്ന പോർഷനിലേക്ക് കിടക്കരുത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഇൻ്റർലോക്കാണത്. ആ ഇൻ്റർലോക്ക് പൊളിക്കാണ്ട് തന്നെ നമ്മളതിൻ്റെ മുകളിൽ കൂടെ കറക്റ്റായിട്ട് ചെരിച്ച ലെവലിൽ, ചെറിയൊരു ലെവലിൽ ചെരിഞ്ഞ, ചെരിവ് കൃത്യമായിട്ടും കാണാൻ പറ്റുമെന്ന് അറിയില്ല, ചെറിയ ലെവലിൽ ചെരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വണ്ടികൾ വന്ന് സ്റ്റോപ്പ് ചെയ്ത് കയറാനും അമേരിക്കൻ്റെ കാറൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കയറ്റാനൊക്കെ ഈ ചെരിവുകൊണ്ട് നടക്കുകയും ചെയ്യും. വെള്ളം ഉള്ളിലേക്ക് വരാത്ത രീതിയിൽ ആ വെള്ളം അവിടെ നിന്ന് ബ്ലോക്കായിട്ട് നേരെ ഡ്രൈനേജിലേക്ക് പോകും. അങ്ങനെ തന്നെ പോകും. കണ്ട ആ ഡ്രൈനേജിലേക്ക് വെള്ളം പോവുകയും ചെയ്തു. വൈബ്രേഷൻ ചെയ്യുന്നതുകൊണ്ടുകൂടി നല്ല രീതിയിൽ ഗ്രൗണ്ടിങ്ങൊക്കെ താഴ്ത്തി ഇറങ്ങി നല്ല ബോണ്ടിങ് ഉണ്ടാവും. അതിനുവേണ്ടിയാണ് വൈബ്രേഷൻ ചെയ്യുന്നത്. പിന്നെ പൊട്ടാനുള്ള സാധ്യത തീരില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. അതിനാണ് വൈബ്രേഷൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ വർക്കുകളുടെ പ്രോഗ്രസ് ഇത്രയാണ്. ഇപ്പോൾ ഇന്നൊരു മഴ ദിവസം തോന്നുന്നുണ്ട്. എന്നിരുന്നാലും അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ കാനയുടെ വർക്കാണ്. അതായത് മുകളിൽ നിന്ന് ഈ വഴിയിൽ നിന്ന് വരുന്ന വെള്ളം മഴ പെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങോട്ട് തള്ളി വരുന്ന വഴിയാണ്. അവിടെ നിന്ന് വഴിയിൽ നിന്നുള്ള വെള്ളം അത് നേരെ വന്നിട്ട് സാധാരണ ഇതിൽ ചാടി നമ്മുടെ മുറ്റം വഴി ഈ വഴിക്ക് അങ്ങനെ പോകണ പതിവായിരുന്നു. ഇനിയിപ്പോൾ അത് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഒരു ഡ്രൈനേജിൻ്റെ സിസ്റ്റം, ഒരു മറ്റേ മുകളിൽ ഗ്രില്ലിട്ടിട്ട് സൈഡിനടുത്ത് മാർത്ത് മുകളിൽ ഗ്രില്ലിട്ടുള്ള വർക്കാണ്. സൈഡിൽ ഇതിൻ്റെ ഗ്രില്ല് ചെയ്തിരിക്കുന്ന അടിയിൽ കമ്പി ഇട്ടിട്ടുണ്ട് ഈ കോൺക്രീറ്റിൻ്റെ അടിയിൽ. ഇപ്പോൾ സൈഡിൽ ഇനി ഇതുമ്പോൾ രണ്ട് ബീമ് പോലെ വാർത്ത് അതിൻ്റെ മുകളിലാണ് ഗ്രില്ലിടുന്നത്. റിങ്ങുകൾ ഇട്ടിട്ടുണ്ട്. ഫൈബറിൻ്റെ ഇതാണെങ്കിലും റിങ്ങുകൾ ഇരുമ്പിനായിട്ടുള്ള. നമ്മുടെ ഈ വർക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു മിക്സർ മെഷീനാണത്. ഏകദേശം 35,000-ഓളം ചിലവ് വന്നിട്ടുണ്ട് ഇത് വാങ്ങാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ ഈ വർക്കിൽ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. ഈ ഒരു മെഷീൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഈ വർക്കിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മെഷീനാണത്. വാങ്ങിച്ച കാശ് ശരിക്കും ഇതിൽ മുതലായി. ഇത് വാങ്ങിച്ച കാശ്. നമ്മുടെ കാനയുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ ഫിനിഷായി. ഇപ്പോൾ അതിൻ്റെ അച്ചൊക്കെ ഊരിയിട്ടുണ്ട്. ഒരു പൈപ്പ് കൂടെ എടുത്തിട്ട് വെള്ളത്തിൻ്റെ ഔട്ട്ലെറ്റ് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ 2 പൈപ്പും തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ അപ്പുറത്തുനിന്ന് വരുന്ന, അതായത് നമ്മുടെ വടക്കേ സൈഡിൽ നിന്ന് വരുന്ന
ഡ്രെയിനേജ് വരുന്ന ആ ഒരു സെക്ഷൻ, ഹാഫ് സെക്ഷൻ്റെ പൈപ്പും അതേപോലെ തന്നെ ഈ കാന വഴി വരുന്നതിൻ്റെ പൈപ്പും ഒരുമിച്ചൊരു ബോക്സിലേക്ക് ആക്കിയതിനു ശേഷം അവിടെ നിന്ന് നേരെ പടിഞ്ഞാട്ട് സൈഡിലേക്ക് ഒറ്റ ത്രോ ആയിട്ട് ഒറ്റ പൈപ്പായിട്ട് നമുക്ക്. ഇനി ഇവിടെ ഇത് ഈ വഴിയിലൂടെ നിന്ന് വെള്ളം തള്ളി വരുമ്പോഴേ മണ്ണ് നമ്മുടെ ഈ ചാലിലേക്ക് വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയ, നമ്മുടെ ഈ വഴിയുടെ ഏരിയയും കൂടി നമ്മളൊരു 3 ഇഞ്ച് കനത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുക, കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ വഴിയുടെ അതേ വീതിയിൽ ഇവിടുന്ന് കറക്റ്റായിട്ട് പൊക്കിയിട്ട് ഉള്ളൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നുള്ളപ്പോൾ ലുക്ക് ഞാൻ എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഗ്രില്ലിടണം, ആണ് അടുത്ത വീട്ടിലെ വർക്ക് തന്നെ. ഗ്രില്ല് കോൺക്രീറ്റ് ചെയ്ത പോലെ അങ്ങോട്ട് അറ്റം വരെ കോൺക്രീറ്റ് ചെയ്ത് ഇതിനുള്ളിൽ ഇതേപോലെ തന്നെ ബ്രിക്കുകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഏകദേശം ബാക്ക് സൈഡും ഈ സൈഡെല്ലാം കൂടി ഒരു 900 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. ജോയിൻറ്റ് ഫില്ലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ വർക്കായിട്ടുള്ള ജോയിൻറ്റ് ഫില്ല്, അത് കഴിഞ്ഞ് പിന്നെ പുല്ലിൻ്റെ വർക്ക് കൂടി ഉണ്ട്. എന്നാലും സിമെൻറ്റ് കൊണ്ടുള്ള മറ്റുള്ള പരിപാടികളിൽ ലാസ്റ്റ് വർക്കുള്ളത് ജോയിൻറ്റ് ഫില്ലിങ് നടക്കുന്നത്. അതിൽ കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എംസാൻഡും സിമെൻറ്റും കൂടിയാണ് ചെയ്യുന്നത്. 3 പേരുള്ളൂ ഇത് ചെയ്യാനുള്ള വിപിനൊന്നുമില്ല. അത് വേറെ വർക്ക് ഇട്ടിട്ടുണ്ട്. ആ വർക്കിൻ്റെ നമ്മുടെ പുല്ല് പിടിപ്പിക്കുന്നതിന് മുൻപായിട്ട് കോൺക്രീറ്റിൻ്റെയും അമരിജനത്തിൻ്റെ ഇടയിലുള്ള ഫില്ലിങ്ങിൻ്റെ വർക്കുകളെല്ലാം ഇപ്പോൾ ഫിനിഷ് ആയി. അമരി ഗ്രില്ലിൻ്റെ വർക്കും എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടേക്ക് കിടക്കണ ഇപ്പോഴത്തെ ലുക്ക്. ഇതാണ് ഗ്രില്ലിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഗ്രില്ലൊക്കെ ഹെവി ആയിട്ടുള്ള ഗ്രില്ല്, ഏകദേശം ഒരു 70 കിലോ 80 കിലോ തൂക്കുണ്ട് ഒരു ഗ്രില്ല്. ഇത് 3 പീസായിട്ട് ഇട്ടുള്ളത്. ഇതൊരു പീസ്, രണ്ടാമത്തെ ഒരു പീസ്, മൂന്നാമത്തെ ഒരു പീസ്. ഇതിനടിയിൽ നല്ല ഒരു 9 ഇഞ്ച് വീതിയും 1 അടി ആഴത്തിൽ ചാലുണ്ട്. ഇത് നമ്മുടെ ഇവിടെ പാരമ്പര്യമായിട്ടുള്ളൊരു വെള്ളത്തമ്പരാൻ്റെ ഒരു പ്രതിഷ്ഠയാണ്. ഇത് കംപ്ലീറ്റ് രണ്ടാമത് തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ ഒരു മരത്തിന് മാത്രം അവിടെ നിലനിർത്തി. അത് വെട്ടികളായി പറച്ചാൻ തോന്നിയില്ല, അതിനെ അവിടെ നിർത്തി താഴ്ഭാഗത്ത് അതിന് മണ്ണും സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും സൈഡിൽ കൂടെ ഉള്ള എല്ലാ ഭാഗത്തും മണ്ണ് തന്നെയാണ്. പ്രതിഷ്ഠയുടെ ചുറ്റും മണ്ണാണ്. ഇത് കോൺക്രീറ്റിൻ്റെ ഒരു ബീഡിങ് കെട്ടിയിട്ടുള്ളതാണ്, സെപ്പറേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്കിവിടെ ട്രസ്സിൻ്റെ വർക്ക് ചെയ്യാണ്ട്. ഈ ഫ്രണ്ട് മൊത്തം ട്രസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ട്രസ് കുറച്ചുകൂടി ഉയരം കൂട്ടിയിട്ട് നമ്മുടെ ഈ ട്രസ് ഏകദേശം 30 അടി ഈ മതിലിനോളം വരും. അത്ര ലെങ്ത്തിൽ ഇവിടെ മുതൽ, അതായത് വീടിൻ്റെ ഈ കോർണർ മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഭാഗം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പുല്ലുപിടിപ്പിക്കുന്നതിന് സമയം വൈകുകയാണെങ്കിൽ അതിന് മുൻപായിട്ട് ട്രസ്സിൻ്റെ വർക്ക് ചെയ്യും. അത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതൊരു തൂണുകൾ, ഇതിൻ്റെ ഒരു പൈപ്പ്, സ്ക്വയർ പൈപ്പുകളോ അല്ലെങ്കിൽ റൗണ്ട് പൈപ്പോ ഇടാനുള്ള ഗ്യാപ്പുകളാണ്. ചെറുതായിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് ഉള്ളിൽ ഇറക്കി കുഴിച്ചെടുക്കേണ്ടി വരും കോൺക്രീറ്റിൻ്റെ. അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും വെള്ളത്തിൻ്റെ കെട്ടി നിൽക്കില്ല. മഴ പെയ്യുന്നതോടുകൂടി തന്നെ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതൊരു പൈപ്പാണ്. ഒരു ഡ്രെയിനേജ് ഇതിൻ്റെ അടിയിൽ കൂടെ നേരെ ഇതിലേക്കാണ് വരുന്നത്. ഇവിടെ വെള്ളം വന്നിട്ട് കെട്ടി നിൽക്കുന്ന ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇഷ്യൂ മീൻസ് ഇതിൻ്റെ അടിയിൽ കൂടെ പൈപ്പ് പോയിട്ടുണ്ടെങ്കിലും ഈ മെൻഹോളിലൂടെ പൈപ്പ് ഉണ്ടെങ്കിലും ആ കാണുന്ന തെങ്ങിൻ്റെ തടം വരെ വിട്ടുള്ളത്. തെങ്ങിൻ്റെ തടത്ത് വെള്ളം നിറയുമ്പോൾ പിന്നെ ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് പോകാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പെയ്യുന്ന വെള്ളം മൊത്തം ഡ്രെയിനേജിലൂടെ പോകാതെ കുറച്ച് ഇവിടെ ഒന്ന് ലോഡ് ചെയ്യുന്നു. 3 ഹോളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ആ 3 ഹോളിൽ കൂടെ വെള്ളം ഇപ്പോൾ ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊരു ഇഷ്യൂ സോൾവ് ആയി. അപ്പോൾ ഇതാണ് ഇതുവരെയുള്ളത് അപ്ഡേഷൻ. ഇതാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ്. ഇതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോൾ വിയറ്റ്നാമിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഇത് 35 mm ആണ്. 35 mm ആണ് ഇതിൻ്റെ പുല്ലിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇത് 4 ഫീറ്റിൻ്റെയാണ്, 4 അടിയുടെയാണ്. അങ്ങനത്തെ 2 ബണ്ടിലാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഏകദേശം ഒരെണ്ണം 269 സ്ക്വയർ ഫീറ്റാണ് ഉള്ളത്. അപ്പോൾ ഇടുന്നതോടുകൂടി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ആവും. ഇത് രണ്ടാമത്തെ ബണ്ടിലാണ്. ആ 2 ബണ്ടിലാണ് APS ആലപ്പി പാഴ്സൽ സർവീസിലൂടെയാണ് റിയ ഏജൻസീസ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പിന്നെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്നെ ഇനിയും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇനിയൊരു 3rd പാർട്ടും കൂടി വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ്സ് ന്യൂ ജസ്റ്റ് വ്ളോഗ്സ് 9.2 സൈനിങ് ഔട്ട്.